പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും പിണറായി വിജയനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമായിരുന്നെങ്കിലും ഇതിനെതിരെ പ്രകാശ് കാരാട്ട് സ്വീകരിച്ച നിലപാടാണ് ഒടുവിൽ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചത്. ലാവ്ലിൻ വിഷയത്തിൽ പാർട്ടിക്ക് നേരെയുള്ള കടന്നാക്രമണങ്ങൾ പ്രതിരോധിക്കാൻ പ്രമേയം പാസാക്കിയാണ് കേന്ദ്ര കമ്മിറ്റി പിരിഞ്ഞത്. രണ്ടു രേഖകളാണ് പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റിക്ക് മുമ്പാകെ ചർച്ചയ്ക്ക് വച്ചത്. ഒന്ന്, ലാവ്ലിൻ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വിശദമാക്കിക്കൊണ്ട് തുടക്കം മുതലുള്ള നടപടിക്രമങ്ങളും സ്വീകരിച്ച നിലപാടുകളും. രണ്ട്, കഴിഞ്ഞ 3 മാസം സംഘടനാതലത്തിലും ഭരണതലത്തിലും ഉണ്ടായ പ്രശ്നങ്ങൾ. ഈ രേഖകളിലൂന്നിയാണ് പ്രകാശ് കാരാട്ട് VS അച്യുതാനന്ദനെതിരെ കർശന നടപടി വേണമെന്ന നിലപാട് സ്വീകരിച്ചത്. പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ തന്നെ കാരാട്ടിന്റെ ഈ നിലപാടിനെതിരെ കടുത്ത വിമർശനം ഉയർന്നു. എങ്കിലും ലാവ്ലിൻ ഇടപാടിൽ അഴിമതിയില്ലെന്നും അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ മാറ്റേണ്ടതില്ലെന്നുമുള്ള നിലപാടിന് പോളിറ്റ് ബ്യൂറോയിലും പിന്നീട് കേന്ദ്ര കമ്മിറ്റിയിലും അംഗീകാരം നേടിയെടുക്കാൻ കാരാട്ടിന് കഴിഞ്ഞു. അതേസമയം VSനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുക, സംസ്ഥാന ഘടകത്തിലേക്ക് തരം താഴ്ത്തുക എന്നീ ലക്ഷ്യത്തോടെ എത്തിയ ഔദ്യോഗിക പക്ഷത്തിന്റെ നീക്കത്തിൽ തടയിടാൻ സീതാറാം യെച്ചൂരിക്കും കൂടെയുള്ളവർക്കും കഴിഞ്ഞു. നടപടി PBയിൽ നിന്നുള്ള ഒഴിവാക്കൽ മാത്രമായി ഒതുക്കാനും. VSനെ പോലെ മുതിർന്ന നേതാവിനെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നുകൂടി ഒഴിവാക്കി ഔദ്യോഗിക പക്ഷത്തിന് വൻ ഭൂരിപക്ഷമുള്ള സംസ്ഥാന ഘടകത്തിൽ മാത്രമായി ഒതുക്കുന്നതിനെ ഇവർ ശക്തിയുക്തം എതിർത്തു. മുഖ്യമന്ത്രിയായി തുടരാൻ അനുവദിച്ചെങ്കിലും VSന്റെ മൂക്കുകയറിടുന്ന ചില നിർദ്ദേശങ്ങളും കേന്ദ്ര കമ്മിറ്റി മുന്നോട്ട് വച്ചു. ഇതിൽ പ്രധാനം ഭരണതലത്തിലെ ഓരോ നടപടികളും പാർട്ടിയെ അറിയിക്കണം എന്നതാണ്. ഭരണഘടനാ പദവി വഹിക്കുന്നുവെന്ന ന്യായീകരണം പറഞ്ഞ് പാർട്ടി നിലപാടുകളെ എതിർക്കാൻ ഇനി VSനെ അനുവദിക്കില്ല. മുന്നണിയെ ഒറ്റക്കെട്ടായി നയിക്കണം, സർക്കാരിന്റെ പ്രവർത്തനത്തിന് പൂർണ്ണ പിന്തുണ നൽകണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്ര കമ്മിറ്റി നൽകി. 46 പേരാണ് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ സംസാരിച്ചത്. മനോരമ